വർമ്മ സാറിനെ ദൈവത്തിനെ പോലെ കാണണമെന്ന് നിങ്ങൾ തന്നെയല്ലേ അവനെ പഠിപ്പിച്ചത്? അതാ രാജുവിന്റെ മനസ്സിൽ ഋതിക മോളോട് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാവാനുള്ള കാരണം. അവൻ നല്ല ആളാകാൻ വേണ്ടിയല്ലേ രാധേ ഞാനങ്ങനെയൊക്കെ. ഇതിപ്പോ വർമ്മ സാറിന് സമ്മതമായിട്ട് പോലും വർമ്മ സാറിന്റെ മകളെ സ്വീകരിക്കാൻ അവന് പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെന്ത് ചെയ്യാനാ? അമ്മേ, ഋതിക മേഡം. മോളെ എന്റെ പൊന്നു മോളെ, മോളെ കാണാതെ ഞാനും ഈ വീട്ടിലുള്ളവരും എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ? മോള് വാ, രാധമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട രാധമ്മ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ പോരാ, രാധമ്മ പോയി എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം. മോളെ വേണുവങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിക്ക്. മോള് പോയ പിന്നെ വേണുവങ്കള് മോളെ കുറിച്ച് തന്നെയാ പറയുന്നത്. ഞാനിപ്പോ വരാമേ. ഋതിക മേഡം എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? അതെന്താ പ്രിയച്ചി, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? അയ്യോ, അങ്ങനെയല്ല. ഋതിക മാഡം അവൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഋതിക മാഡം ഇനി ഇങ്ങോട്ട് വരില്ലെന്നാണ് ഞങ്ങൾ കരുതിയത്. പെട്ടെന്ന് ഋതിക മാഡം കയറി വന്നപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു പോയതിൽ പിന്നെ ഓരോ നിമിഷവും ഇങ്ങോട്ട് വരണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞോണ്ടിരുന്നു. രാജു എന്നെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ എങ്ങനെയാ ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങളും ആ കാര്യം തന്നെ മാഡം പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ അങ്ങനെയാ. എനിക്ക് മനസ്സിലാവും അങ്ങളെ. രാജുവിന്റെ മനസ്സ് ശുദ്ധ. രാജുവിന്റെ മനസ്സിൽ അച്ഛനോടുള്ള ബഹുമാനവും സ്നേഹവും അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുടിക്കും മോളെ. എനിക്ക് വേണ്ട രാധമ്മ. കുടിക്കും മോളെ, കുറച്ച് കുടിക്കും. കുടിക്ക. അങ്ങനെയെല്ലാം നാക്കാൻ പറ്റില്ല. രാധമ്മ എന്തിനാ കരയുന്നത്? രാധമ്മ കരയണ്ട. രാജുവിന്റെ ഭാര്യയാവാൻ യോഗ ഇല്ലെങ്കിലും ഞാനും രാധമ്മയുടെ മോളെ പോലെയല്ലേ? മോളെ എനിക്കറിയായിരുന്നു ഞാൻ വന്ന നിങ്ങൾക്കൊക്കെ വിഷമാവൂന്ന്. അത് ഞാൻ വരാൻ മടിച്ചത്. ഞാനിനി അധികം നേരം നിൽക്കുന്നില്ല. ഞാൻ വന്നത് എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, അത് കൊണ്ടുപോവാനാ. അയ്യോ, കണ്ട സന്തോഷത്തില് മാഡത്തെ അകത്തേക്ക് പോലും വിളിച്ചില്ല. പ്രിയ, നീ ചെല്ല്.
കൃതിക മാഡത്തിന്റെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്ക്. വാ രാധിക മാഡം. നീ ഞെട്ടണ്ട. മാഡം വന്നത് മാഡത്തിന്റെ സാധനങ്ങൾ എടുത്തോണ്ട് പോവാനാ. രാജു, ഞാൻ എന്റെ സാധനങ്ങൾ എടുത്തോട്ടെ. മോനെ, നിനക്ക് ഹൃദയ മോളോട് ഇവിടെ നിക്കാൻ പറഞ്ഞൂടെ? എന്താ അമ്മ ഇത്? എന്നെ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത? ഞാൻ എത്ര തവണ പറഞ്ഞമ്മേ അതൊന്നും ശരിയാവില്ലെന്ന്. അത് ഹൃതിക മാഡത്തിനും അറിയാം. എന്തറിയാന്നടാ? വേണേട്ടാ, വേണ്ട. ഹൃദയ മോൾ ഇവിടെയുള്ളപ്പോ വെറുതെ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. മോൾക്കത് വിഷമാവും. ഞാനൊന്നും മിണ്ടുന്നില്ല. എടാ മോനെ, നിന്നെ ഞാൻ എന്റെ അനിയനായല്ല, എന്റെ ഒരു സുഹൃത്തിനോടൊന്ന് പോലെ ചോദിക്കോ. നിങ്ങൾ ഒരുമിച്ച് ഒരു മുറിയില് എത്ര ദിവസം താമസിച്ചവരാ? പുറം ലോകം മുഴുവൻ ഈ കുട്ടി നിന്റെ ഭാര്യയാണെന്നല്ലേ വിശ്വസിക്കുന്ന? വർമ്മ സാറിന് ഒരു എതിർപ്പും ഇല്ലടാ നീ ഹൃതിക മോളെ വിവാഹം ചെയ്യുന്നതില്. ചേച്ചി ഒന്ന് പുറത്തേക്ക് പോയേ. മോനെ ചേച്ചി പ്ലീസ് ഒന്ന് പുറത്തേക്ക് പോയേ. ഹൃതിക മാഡം, ഒരു മിനിറ്റ്. രാജു, ഹൃതിക മാഡം, ഇത് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞ അത് ശരിയാവില്ല. ഇത് ഹൃതിക മാഡം തന്നെ കൊണ്ടുപോയി കളയണം. അതിനുശേഷം എന്നെയും ഹൃതിക മാഡം മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റണം. അനാവശ്യമായ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാ നമ്മളെയൊക്കെ വലിയ പ്രശ്നത്തിലാക്കുന്ന. അതുകൊണ്ട് ഇനി ഇത് വേണ്ട.
മോളെ രാജു, മോളെ തനിയെ വിടാതെ ഒന്ന് കൊണ്ടാക്കെങ്കിലും ചെയ്യടാ. അമ്മയും ഞാൻ രാജു, ഈ കുട്ടിയെ തനിച്ചു വിടരുത്. ഈ വീട്ടിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവളെ തനിച്ചിറങ്ങിപ്പോകാൻ പാടില്ല. നീ തന്നെ അവളെ കൊണ്ടുവിടണം. ശരി അച്ഛാ. രാജു, ബൈക്കൊന്ന് നിർത്താവോ? എന്താ മേഡം? രാജുവിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എനിക്കോ? ഇല്ല മേഡം. രാജു, നമ്മുടെ ഇടയിലുണ്ടായിരുന്നതൊക്കെ അവസാനിച്ചു. അങ്ങനൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത പ്രതീക്ഷകളായിരുന്നു. എനിക്ക് രാജുവിന്റെ അത്രയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ അറിയില്ലല്ലോ. ഞാൻ രാജുവിന്റെ അത്രയും ജീനിയസ് അല്ലല്ലോ. രാജുവിനെ പോലെ എനിക്കത്രയും കഠിനമായ ഹൃദയവും ഇല്ല. ഞാൻ ഒരു വിഡ്ഢിയാ. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ വളർത്തി അതൊക്കെ സത്യമാവുന്നത് സ്വപ്നം കണ്ട് വെറുതെ ഞാനും വിഷമിക്കുന്നു, മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കിനിയും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണ്ട മേഡം. ഏയ് വേണ്ട. I'm sorry.
കിടന്നൊരു ഏയ് അതുപോരാ, പട്ട് ക്വാളിറ്റിയിൽ ഗംഭീരാവണം. ക്യാഷ് എത്രയായാലും അതെനിക്കൊരു പ്രശ്നമല്ലെന്ന് നിങ്ങൾക്കറിയാലോ. അംബിക ഒരു പട്ടുസാരി ഉടുത്ത് വന്നു നിന്നാ അതിന്റെ പ്രൗഢിയിലും ഗുണമേന്മയിലും ആരും ഒരു മോശം കമന്റും പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? അമ്മേ അമ്മേ ആ അതെ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. ആ എന്താടാ നീ എന്താടാ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ വന്ന് നിൽക്കുന്നേ? അമ്മയുടെ പട്ടുസാരിയുടെ ഓർഡർ കൊടുത്തോണ്ട് നിന്നോ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അമ്മയ്ക്ക് വല്ല ശ്രദ്ധയുണ്ടോ? എന്താടാ എന്താടാ പറ്റിയത്? ഒന്ന് അങ്ങോട്ട് വന്ന് നോക്ക്. കണ്ടിട്ട് എനിക്ക് എന്റെ നിയന്ത്രണം പോകുന്നു. അവനും അവളും കൂടെ ഒരുമിച്ച് ബൈക്ക് വന്ന് ഇറങ്ങിയിരിക്കുന്നു. എന്താ? ഋതിക, അവള് പിന്നെ രാജുവിന്റെ വീട്ടിൽ നിരങ്ങാൻ പോയിട്ട് അവന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് വന്നിരിക്കുന്നു. ദേ ദീപകേ, വെറുതെ രാജുവിനോടുള്ള വാശിക്ക് വഴക്കുണ്ടാക്കാൻ ഓരോ ഏഷണിയായിട്ട് വന്ന് നിക്കല്ലേ. ദേ അമ്മേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഏഷണി പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് എന്തിന്റെ കേടാ? രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് വന്ന് ഇറങ്ങുന്ന കണ്ടപ്പോ നല്ല 4 വർത്താനവും പറഞ്ഞ് രണ്ടിന്റെയും കരണത്തിട്ട് ഓരോന്ന് പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാനായിട്ട് അവരുടെ മെക്കിട്ട് കയറിയെന്ന് വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞത്. ദേ, ഞാനൊരു കാര്യം അമ്മയോട് മര്യാദയ്ക്ക് പറയുവാ. സ്വത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ എന്തിനു വേണ്ടിയാണെങ്കിലും ആ രാജുവിന്റെ എച്ചില് ജീവിതകാലം മുഴുവൻ തലയിൽ ചുമക്കാൻ എനിക്ക് പറ്റില്ല. ഞാനുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചിട്ട് പോലും അവള് പിന്നെയും രാജുവിന്റെ കൂടെ നാട് തണ്ടാൻ ഇറങ്ങാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവാഹം കഴിഞ്ഞാലും തുടരുമെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ അവള് ചെയ്താ അവളെ ഞാൻ കൊല്ലും. അങ്ങനെ ഊര് തണ്ടി നടക്കുന്നവളെ എനിക്ക് വിവാഹം ചെയ്യാൻ സൗകര്യമില്ലെങ്കിലോ? ആലോചിക്കുമ്പോഴേ എനിക്ക് എന്റെ ഉള്ളംകാലിൽ നിന്ന് തരിച്ചു കയറുവാ. അമ്മ അമ്മാനോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ദേ, എനിക്ക് പറ്റില്ല കേട്ടോ. അവളെ തലയിൽ ചുമന്നോണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. കണ്ടവന്റെ കൂടെ പോയി മാസങ്ങളോളം കഴിഞ്ഞവളെ ഞാൻ പോട്ടേന്ന് വെച്ചതേ അമ്മ പറഞ്ഞിട്ടാ. അറിയാലോ? അറിയാടാ, നീ നിന്ന് പിടയ്ക്കാതെ ഒരു കാര്യം ചെയ്. നീ വാ, ഞാൻ ഇപ്പൊ തന്നെ പ്രതാപനോട് സംസാരിച്ചേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഞാനെങ്ങും വരുന്നില്ല. അമ്മ തന്നെ പോയി അയാളോട് സംസാരിക്കും. ദേ ദീപകേ, നീ ഇങ്ങനെ ഒരുപാട് നന്മമരാവല്ലേ. എന്തായാലും നീ വേലക്കാരിക്ക് വയറ്റിലുണ്ടാക്കിയതിന്റെ അത്രയും ചെയ്യുന്നവനല്ല രാജു. ഋതികയുടെ സ്വഭാവവും നീ പറയുന്ന പോലെ അല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ദേ, നീ മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നേ. വരാൻ. പ്രതാപ, നിന്റെ മകള് ചെയ്യുന്നത് തീരെ ശരിയല്ല. എന്താ ചേച്ചി, എന്താ ഉണ്ടായത്? രാജുവുമായുള്ള അവളുടെ എല്ലാ ഇടപാടുകളും അവസാനിച്ചതല്ലേ? ഇടപാട് അവസാനിച്ചതല്ലേന്നോ? ചേച്ചി എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഓ, നിനക്കിപ്പോ നിന്റെ മോളോട് സ്നേഹം പൊട്ടി മുളച്ചിരിക്കുവല്ലേ? മകളോടുള്ള സ്നേഹമൊക്കെ നല്ലതാ പ്രതാപ. പക്ഷേ അവളുടെ നടപടികൾ ശരിയല്ലെങ്കിൽ നീ വീണ്ടും ദുഃഖിക്കേണ്ടി വരും. ചേച്ചി അല്പം ദേഷ്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി ആദ്യം ഒന്ന് സമാധാനപ്പെട്ടിട്ട് എന്താ ഉണ്ടായെന്ന് പറയൂ. ഋതിക എന്താ ചെയ്തത്? അവള് പിന്നെ രാജുവിന്റെ കൂടെ കറങ്ങാൻ പോയിരിക്കുന്നു. രാജുവായി അവൾ ഒരുമിച്ച് ജീവിച്ച സംഭവങ്ങളൊക്കെ പാടെ മറന്നത് അമ്മ പറഞ്ഞതുകൊണ്ടും അവളെന്റെ മുറപ്പെണ്ണായതുകൊണ്ടും മാത്രം അവളെ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. അവളിങ്ങനെ രാജുവിനോട് കറങ്ങി നടക്കുന്നത് ശരിയാണോ അമ്മ? എന്താ പ്രതാപ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അവൻ അവളെ വേണ്ടാന്ന് തീർത്ത് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അവൾ അവന്റെ പിന്നാലെ നടക്കുന്നേ?
ഋതിക ഇങ്ങനെ രാജുവിന്റെ കൂടെ വീണ്ടും കണ്ട നാട്ടുകാരെന്തു പറയും? കുറച്ചു നാൾ അവര് ഒരുമിച്ചുണ്ടായിരുന്ന ജീവിതവും അവര് നിന്നെ പറഞ്ഞ് ധരിപ്പിച്ച സന്മാർഗത്തിലുള്ള ജീവിത കഥകളും ഒക്കെ നീ വിശ്വസിച്ചു കാണും. പക്ഷേ അതൊന്നും നാട്ടുകാര് വിശ്വസിച്ചു കാണില്ല. നടന്നതൊക്കെ പോട്ടെ പോട്ടെ എന്ന് ഞാൻ വയ്ക്കുമ്പോ അവളിത് എന്ത് ഭാവിച്ചാന്നാ എനിക്ക് മനസ്സിലാവാത്തെ. എന്താ പ്രതാപേട്ട, എന്താ ഇവിടെ ഒരു പ്രശ്നം? ഋതികെ, എന്താ നിന്റെ കയ്യില്? നീ ഇത് എവിടെ പോയിട്ടുള്ള വരവാ? അച്ഛാ, ഞാൻ രാജുവിന്റെ വീട് വരെ ഒന്ന് പോയതാ. എന്തിന്? എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ രാജുവിന്റെ വീട്ടിലായിരുന്നു. അതൊന്ന് എടുക്കാനായിട്ട്. രാജു, അവനിവിടെ ഉണ്ടോ യാമിനി? ഉണ്ട് പ്രതാപേട്ട. രാജു, എന്താ ഏട്ടാ, എന്തു പറ്റി? ഞാൻ നിന്നെയാണോ വിളിച്ചേ? ഇവനെയല്ലേ? എന്താ സാർ?